അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഖുർആനും ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കോസ്മോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1929 മാത്രം ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരു പഠനം, ദ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പഠനം ആദ്യം ഈ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും, അഥവാ 1929 വരെ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചം അത് സ്റ്റാറ്റിക്കായിട്ട് നിലനിൽക്കുമെന്നാണ്. അഥവാ ഈ പ്രപഞ്ചം എന്നും സ്ഥിരമായി നിലനിൽക്കുന്ന പ്രപഞ്ചമാണ്, മാറ്റമില്ലാതെ നിലകൊള്ളുന്ന പ്രപഞ്ചമായിരുന്നു എന്നാണ് വാദമുണ്ടായിരുന്നത്. പക്ഷേ ഗലീലിയോ അടക്കമുള്ള സർ ഐസക് ന്യൂട്ടൺ അടക്കമുള്ള ആളുകൾ ഈ തിയറിയിൽ നിന്നുകൊണ്ടാണ് മറ്റുള്ള പല കാര്യങ്ങളും ആവിഷ്കരിച്ചത്. പക്ഷേ 1929 കാലഘട്ടത്തിൽ 29 ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട്, ശാസ്ത്രലോകത്തെ മുഴുവനും അമ്പരപ്പെടുത്തിക്കൊണ്ട് എഡ്വിൻ ബി ഹബിൾ എന്ന് പറയുന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ വലിയൊരു കണ്ടുപിടുത്തം നടത്തി. അദ്ദേഹത്തിൻ്റെ കൂറ്റൻ ടെലസ്കോപ്പുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ വലിയൊരു കണ്ടുപിടുത്തം, അത് ഈ പ്രപഞ്ചം വിശാലമായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന ഒരു പഠനം. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ അപ്പുറത്ത് നിന്നുള്ള പ്രകാശവലയത്തിൻ്റെ അവസാനത്തിൽ എത്തുന്ന സമയത്ത് ചുവന്ന നിറത്തിലേക്ക് നീങ്ങുന്നുവെന്നും, അതിനാൽ ഈ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് ആണ് എന്നായിരുന്നു പഠനം. അദ്ദേഹത്തിൻ്റെ വാദം, വയലറ്റിൽ നിന്ന് ചുവപ്പ് കളറിലേക്ക് അത് മാറുന്നു എന്ന പഠനം. ഈ ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക്, എവിഡൻസിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ അദ്ദേഹം ഉപമിച്ചത്, ഉദാഹരണമായിട്ട് എടുത്തു പറഞ്ഞത്, നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് അടുക്കടുക്ക വെള്ള നിറത്തിലുള്ള ബലൂൺ, അടുത്തടുത്ത് കറുത്ത പുള്ളികളുള്ള വെള്ള നിറത്തിലുള്ള ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വിട്ട് പോകുന്നതായി കാണാൻ കഴിഞ്ഞു എന്ന്, വിട്ട് പോകുന്നതായി നമ്മൾ കാണുന്നില്ലേ, അതേപോലെ ഈ പ്രപഞ്ചം, ദ യൂണിവേഴ്സ്, അതിലെ ഗാലക്സികൾ തമ്മിൽ ഇങ്ങനെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലൂൺ ഇങ്ങനെ വികസിക്കുന്നത് പോലെ ഈ പ്രപഞ്ചവും വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഹബിൾ പ്രസ്താവിച്ചു. അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വാദം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹബിൾ കോൺസ്റ്റന്റ്, ഹബിൾ സ്ഥിരാങ്കം എന്ന വാദം തന്നെ അതിനുശേഷം ഉണ്ടായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ്, അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും മറ്റൊരു പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്ന മറ്റൊരു ഗാലക്സിയും, ഉദാഹരണത്തിന് അവരെ രണ്ടുപേരെയും നമുക്ക് എടുക്കാം. ഈ രണ്ട് ഗാലക്സികൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന ആ ദൂരം, സ്പീഡ് ദ മെട്രോൾ പ്രഡിക്റ്റ് ദാറ്റ് ദ യൂണിവേഴ്സ് ഷുഡ് ബി എക്സ്പാൻഡിങ് 67.36 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 67.36 കിലോമീറ്റർ വേഗതയിലാണ് ഒരു സെക്കൻഡിൽ 67.36 കിലോമീറ്റർ വേഗതയിൽ ഗാലക്സികൾ തമ്മിൽ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ എഡ്വിൻ ഹബിൾ കണ്ടുപിടിച്ച വാദം. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച കണ്ടുപിടുത്തം, അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ച കണ്ടുപിടുത്തം, 1929 അദ്ദേഹം കണ്ടെത്തിയത്, ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന കണ്ടുപിടുത്തം. സൂറത്തു ദാരിയാത്തിലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള വസ്സമാ ബനൈനാഹാ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ എന്ന ആയത്ത്, അവിടെ മൂസിഊൻ എന്ന പദം, നാം അതിനെ, ഈ പ്രപഞ്ചത്തെ, ഈ ആകാശലോകങ്ങളെ, ഈ പ്രപഞ്ചത്തിനെ നാം വിശാലമാക്കിക്കൊണ്ടേയിരിക്കുന്നവനാകുന്നു എന്ന പഠനം, ഈ കണ്ടെത്തലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടുതലായി പഠിക്കാനും ഗവേഷണം നടത്താനുമുള്ള വാതായനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.